അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. വളരെ പ്രശസ്തമായ, വളരെ സാധകർ അവരുടെ ആരാധനയ്ക്ക് ഉപയോഗിച്ചു വരുന്ന വളരെ മഹിമയേറിയ ലളിതാ സഹസ്രനാമം എന്ന സ്തോത്രം നമുക്ക് സാധിക്കുന്ന വിധത്തിൽ കുറച്ച് ആഴത്തിൽ പരിചയപ്പെടാൻ സാധിക്കുമോ എന്ന് ഒരു ശ്രമം നടത്തുകയാണ്. അമ്മയുടെ തൃച്ചേവടികളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് വേണ്ടും വിധം ശ്രദ്ധയും ഭക്തിയും ഒക്കെ നൽകി ഈ നാമങ്ങളുടെ താൽപ്പര്യം, ഈ നാമങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നത് ഏതേത് മന്ത്രങ്ങളെയാണോ അവയുടെ താൽപ്പര്യം കുറച്ചെങ്കിലും വ്യക്തമാക്കി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് ഈയൊരു ഉദ്യമത്തിന് ഇന്ന് നാം ആരംഭം കുറിക്കുന്നത്. ഏത് പ്രവൃത്തികൾക്കും ഗുരുവാണ് ആദ്യം സ്മരിക്കപ്പെടേണ്ടത്. അപ്രകാരത്തിൽ ഗുരുനാഥന്മാരെ സ്മരിച്ചുകൊണ്ട് അവരെ ഹൃദയം കൊണ്ട് നമസ്കരിച്ചുകൊണ്ട്, അമ്മയെ നമസ്കരിച്ചുകൊണ്ട് ഈ സ്തുതിയെ, ഈ ദിവ്യമായ മന്ത്രത്തെ, ലളിതാ സഹസ്രനാമ സ്തോത്രത്തെ കുറിച്ച് നമുക്ക് കുറച്ച് ആഴത്തിൽ ചിന്തിക്കാം. ഇതൊരു യാത്രയാണ്. ഇതിൻ്റെ തുടക്കത്തിൽ നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷേ ഈ യാത്രയുടെ ഇടയിൽ കൂടുതൽ നല്ല രീതിയിൽ, കൂടുതൽ പിഴവുകൾ തീർത്ത്, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾക്കനുസരിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ആദ്യം മനസ്സിലാക്കിയ ചില വിഷയങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അതല്ല, ഇതാണ് കുറച്ചുകൂടെ ശരി എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നാം പരസ്പരം പങ്കുവെക്കുകയും ചെയ്യാം. ഏതായാലും സാക്ഷാൽ കാഞ്ചിയിൽ അഗസ്ത്യരുടെ സുദീർഘമായ തപസ്സിൻ്റെ ഫലമായി ഹയഗ്രീവ മഹർഷി പ്രത്യക്ഷപ്പെട്ട് അഗസ്ത്യർക്ക് ഉപദേശിച്ചു നൽകുന്ന വിധത്തിൽ ദേവിയുടെ ആജ്ഞപ്രകാരം വശിന്യാദി വാഗ്ദേവതാ ഋഷികൾ രചിച്ച, ചൊല്ലിയ ഈ ദിവ്യമായ സ്തോത്രം നാം ഇതാ ദേവിയുടെ പാദങ്ങളിൽ ഭക്തി ഉണ്ടാകാനായിട്ട് ഒരു ഉപാധിയായി സ്വീകരിക്കുന്നു. എപ്രകാരത്തിലാണോ ഹയഗ്രീവാഗസ്ത്യ സംവാദ രൂപത്തിൽ ഉള്ള ഈ മന്ത്രം, ഇത് ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമായിരിക്കുന്ന ലളിതോപാഖ്യാനം എന്നുള്ള ഭാഗത്ത് ആണ് ഈ ലളിതാ സഹസ്രനാമത്തെ പറ്റി പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നതിനനുസരിച്ചിട്ട് ഉള്ള ഈ രീതിയിൽ നമുക്ക് കുറേശ്ശെ ആ സഹസ്രനാമത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാം. അഗസ്ത്യർക്ക് അനേകം വിഷയങ്ങൾ ആഴത്തിൽ പറഞ്ഞുകൊടുത്ത ഹയഗ്രീവൻ, സാക്ഷാൽ ഹയഗ്രീവ ഭാവത്തിൽ അവതരിച്ച വിഷ്ണു പിന്നീട് ഹയഗ്രീവൻ എന്ന് പേരായിട്ടുള്ള ഒരു മഹാത്മാവിനെ അഗസ്ത്യർക്ക് മുൻപിലിരുത്തി അദ്ദേഹത്തെ കൊണ്ടാണ് ഇതൊക്കെ പറയിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കെ
ഈ സഹസ്രനാമത്തെക്കുറിച്ചും അദ്ദേഹം വളരെ ചുരുക്കി ഒന്ന് സൂചിപ്പിച്ച് മാത്രം അവസാനിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ അഗസ്ത്യർ ചോദിക്കുന്നുണ്ട്, ഞാൻ യോഗ്യനാണ് എന്നുണ്ടെങ്കിൽ ഈ ദിവ്യമായിരിക്കുന്ന സ്തോത്രം എനിക്ക് പറഞ്ഞു തന്നാൽ തരക്കേടില്ല എന്നുള്ള ഈ അഗസ്ത്യ മഹർഷിയുടെ ചോദ്യത്തിനനുസരിച്ചിട്ടാണ് ഹയഗ്രീവൻ വീണ്ടും വിസ്തരിച്ച് ലളിതാ സഹസ്രനാമത്തെ കുറിച്ചും തുറന്ന് ലളിതാ സഹസ്രനാമ സ്തോത്രവും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എപ്രകാരത്തിലാണോ വിദ്യകളിൽ ശ്രീവിദ്യ വർത്തിക്കുന്നത്, പുരങ്ങളിൽ ശ്രീപുരം വർത്തിക്കുന്നത്, അതുപോലെ ശക്തികളിൽ ലളിത ദേവി വർത്തിക്കുന്നത്, ശ്രീവിദ്യോപാസകന്മാരിൽ ശ്രീമഹാദേവൻ എപ്രകാരത്തിലാണോ വർത്തിക്കുന്നത്, അതുപോലെയാണ് നാമസാഹസ്രങ്ങളിൽ ഈ ലളിതാ സഹസ്രനാമം വർത്തിക്കുന്നത്. ഇതുപോലെ ഒരു സഹസ്രനാമം വേറെ ഇല്ല. ഇത്രയും ശുദ്ധമായ, ഇത്രയും ഒഴുക്കുള്ള, പുനരാവൃത്തികളില്ലാത്ത, പുനരുക്തികളില്ലാത്ത മറ്റുള്ള അക്ഷരങ്ങൾ അപി, ച, തു, ച, വൈ എന്നിങ്ങനെയുള്ള അനാവശ്യമായ ഒരക്ഷരം പോലും കൂട്ടിച്ചേർക്കാത്ത മറ്റൊരു നാമസാഹസ്രം ഇല്ല തന്നെ. അതിസുന്ദരമായിരിക്കുന്ന ഈ നാമസാഹസ്രത്തിൻ്റെ പ്രശസ്തിയോളം വലുത് തന്നെയാണ് ഇതിൻ്റെ മഹിമ, ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ. ഒരുപക്ഷെ എല്ലാ സ്തോത്രങ്ങളെക്കുറിച്ചും ആ സ്തോത്രം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫലശ്രുതി പറയുക. എന്നാൽ ഇവിടെ ലളിത ഉപാഖ്യാനത്തിൽ ഫലശ്രുതികൾ ആദ്യമേ തന്നെ കുറേയേറെ പറയുന്നുണ്ട്. വശിന്യാദി വാഗ്ദേവതാ ഋഷികൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്തോത്രം ജപിച്ചുകൊണ്ട് വെണ്ണ കയ്യിൽ പിടിച്ച് ഉണ്ണി ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ച് ജപിച്ചാൽ അതിൻ്റെ ഫലം ഉണ്ടാവും. അതല്ല, വിദ്യ ഉണ്ടാവണം എന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവർക്ക് വിദ്യ ഉണ്ടാവും. ആരാണോ ഈ സ്തോത്രം ജപിച്ചുകൊണ്ട് ശ്രീചക്രത്തിൽ അർച്ചന ചെയ്യുന്നത് അവർക്ക് സർവാഭീഷ്ടങ്ങൾ നടക്കും എന്നൊക്കെ ഇവിടെ പറയുന്നു. കൂടാതെ ഇതൊരു മന്ത്രമായി ഉപാസിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കാത്ത ആളുകൾ ഇതൊരു സ്തോത്രമായി മാത്രം കണ്ടുകൊണ്ട് ഒരു ആരാധനയ്ക്ക് വേണ്ടിയിട്ട് അമ്മയെ പ്രസാദിപ്പിക്കണം എന്ന ഇച്ഛയോട് കൂടിയിട്ട് ആശ്രയിക്കുന്നു എങ്കിൽ അവർ ഇനിയിപ്പോൾ മേരുവിലോ ശ്രീചക്രത്തിലോ ഒക്കെ അർച്ചന ചെയ്തുകൊണ്ട് തന്നെ ഈ ഉപാസന എന്ന നിലയ്ക്ക് ഈ സ്തോത്രം ജപിച്ചില്ലെങ്കിലും, ഇല്ലെങ്കിൽ ഒരു മന്ത്രം എന്നുള്ള നിലയ്ക്ക് ഈ സ്തോത്രം ജപിച്ചില്ലെങ്കിലും, ഒരു സ്തോത്രം എന്നുള്ള നിലയ്ക്ക് നിത്യപാരായണം ചെയ്യാനായിട്ട് ഒരു സ്തോത്രം എന്നുള്ള നിലയ്ക്ക് ഇത് ഉപാസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തൻ്റെ പ്രീതി കൊണ്ട് എല്ലാ കാമങ്ങളും അവർക്കും സാധിക്കും എന്ന് ദേവി തന്നെ അരുളി ചെയ്തിട്ടുണ്ട് വശിന്യാദി വാഗ്ദേവതകളോട്. അവരോട് ഇത് എഴുതാനായിട്ട് ദേവി ഒരു തവണ ആജ്ഞാപിച്ചു. അതിനുശേഷം ബ്രഹ്മാദി ദേവന്മാരാൽ ആവൃതയായ ദേവി ഒരിക്കൽ ഒരു സംജ്ഞ കൊണ്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന വശിനി തുടങ്ങിയ വാഗ്ദേവതമാരോട് ഈ സഹസ്രനാമം ചൊല്ലൂ എന്ന് മുദ്ര കാണിച്ചു. അങ്ങനെ ആ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് ആജ്ഞാകാരികളായിട്ട് അവർ ദേവിയുടെ മുമ്പിൽ ആലാപനം ചെയ്തതാണ് ഈ ദിവ്യമായിരിക്കുന്ന നാമസഹസ്രം. ഈ ദിവ്യമായ സ്തോത്രത്തെ പഠനം ചെയ്യുന്ന, പാരായണം ചെയ്യുന്ന എല്ലാവരുടെയും എല്ലാ കാമങ്ങളെയും ദേവി സാധിപ്പിച്ചു തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ദേവി തന്നെ ആ ദേവസഭയിൽ എത്രയോ കോടിക്കണക്കിനുള്ള ബ്രഹ്മാണ്ടങ്ങളിൽ നിന്ന് വന്നെത്തിയ ബ്രഹ്മാദികൾ, വിഷ്ണു തുടങ്ങിയവർ, രുദ്രനും രുദ്രാണിയും തുടങ്ങിയവർ, ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് അനേകം മഹാത്മാക്കൾ കേൾക്കാൻ പാകത്തിലാണ് ദേവി ഇങ്ങനെയൊരു വാക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഉപോദ്ഘാതം എന്ന നിലയ്ക്ക് ആ ഒരു സംഗതിയെ നാം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇനി
ഹയഗ്രീവനായിട്ട് അഗസ്ത്യർ ഉപദേശിച്ചതായിട്ടുള്ള ആ സഹസ്രനാമത്തിലെ നാമങ്ങളെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കഴിയുന്നത് പോലെ എല്ലാം അറിയുന്നൊരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ ഒരു ചുരുങ്ങിയതായ അറിവിനനുസരിച്ച് യന്ത്രതന്ത്രാദി വിഷയങ്ങളിലേക്ക് ആഴത്തിൽ സഞ്ചരിക്കാതെ വളരെ സാധാരണക്കാരനായിരിക്കുന്ന ഒരു ദേവിയെ ആരാധിക്കുന്ന ഭക്തന് കേവലമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ അറിയുന്ന കുറച്ച് സംഗതികൾ പറയുക എന്നതാണ് ഈ ഒരു പ്രയത്നത്തിൻ്റെ എളുതായ ഉദ്ദേശ്യം. അത് സജ്ജനങ്ങളും ഗുരുവരന്മാരും ഉപാസകരും ഒക്കെ വേണ്ട വിധത്തിൽ സ്വീകരിക്കണേ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ദേവിയുടെ ഓരോരോ നാമങ്ങളെ പരിചയപ്പെടാനായിട്ട് നമുക്കിത് ഇപ്പോൾ ശ്രമിക്കാം. ഈ ഒരു സദുദ്യമത്തിൽ പങ്കെടുക്കാനായിട്ട് ആകാംക്ഷയോടുകൂടിയിട്ട് ഇരിക്കുന്ന എല്ലാ മഹാത്മാക്കൾക്കും ഒരു തവണ കൂടി നമസ്കാരം. ആദ്യത്തെ നാമമായിട്ട് ആദ്യത്തെ ശ്ലോകത്തിൽ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത എന്നുള്ള ശ്ലോകത്തിൽ ആദ്യം പറയുന്ന ശ്രീമാതാ എന്ന നാമം, ശ്രീമാതാ എന്ന നാമം കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് പറയാതെ കണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അമ്മ എന്ന ഉദ്ദേശ്യത്തിലാണ് അവിടെ ഈ ആദ്യത്തെ മന്ത്രം, ആദ്യത്തെ നാമം എഴുതിയിട്ടുള്ളത് എന്നെല്ലാവർക്കും മനസ്സിലാവും. ശ്രീമാതാ എന്ന അമ്മ എന്ന വാക്കിനെ പ്രകാശിപ്പിക്കുന്ന ഈ ആദ്യത്തെ നാമം കൊണ്ട് തന്നെ ഈ ഒരു സഹസ്രനാമം ചൊല്ലുമ്പോൾ ചൊല്ലുന്ന സാധകനും ആരാധിക്കപ്പെടുന്ന ദേവിയും തമ്മിലുള്ള അകലം ഒരു അമ്മയും ശിശുവും എന്ന നിലയിലേക്ക് പരിണാമം ചെയ്യപ്പെടുന്നു. സാധന ചെയ്യുന്ന ആരാധകൻ ഒരറ്റത്തും സാധ്യയായ ദേവി മറ്റൊരറ്റത്തും ആവുമ്പോൾ ആ സാധനയുടെ ദൈർഘ്യം, അതിൻ്റെ ക്ലേശങ്ങൾ ഒക്കെ വളരെ വലുതാണ്. എന്നാൽ ആ അടുപ്പം ഏറ്റവും കൂടുന്ന സമയത്ത്, ഒരമ്മയും ശിശുവും എന്ന നിലയിൽ ആവുന്ന സമയത്ത് ഉപാസകന് തൻ്റെ എല്ലാ നിഷ്കർഷകളെയും പാടെ ഉപേക്ഷിച്ചും, നിഷ്കർഷകൾ ഉപേക്ഷിച്ചേ ആകാവൂ എന്നല്ല, നിഷ്കർഷകളെ ഉപേക്ഷിച്ചും ദേവിയെ ആശ്രയിക്കുന്നതിൽ വിരോധമില്ല. കാരണം തൻ്റെ അമ്മയുമായി തനിക്ക് ഒരൗപചാരികമായ പ്രവൃത്തികളും ഇല്ലെങ്കിൽ ഔപചാരികമായി എന്തെങ്കിലും ഒന്ന് അമ്മയും മക്കളും തമ്മിൽ ഇല്ല. എല്ലാം അനൗപചാരികമാണ്. അതുപോലെ തന്നെ ഉപചാരങ്ങളില്ലാതെ കണ്ട് തന്നെ ദേവിയുമായിട്ട് ഒരടുപ്പമുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഈ സഹസ്രനാമത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ അമ്മയും ശിശുവും എന്ന ഭാവത്തിലാണ് ഈ ദിവ്യമായിരിക്കുന്ന സ്തോത്രത്തെ ഒരാൾ ജപിക്കാനായിട്ട് പുറപ്പെടുന്നത് എന്ന് വരുമ്പോൾ തന്നെ ഇത് ഇന്ന ആളെ ജപിക്കാവൂ, ഇല്ലെങ്കിൽ ഇന്ന നിലയിലേ ജപിക്കാവൂ എന്നിങ്ങനെയുള്ള വലിയ ചില കലാപങ്ങൾ വേണ്ട. അമ്മയും ആ അമ്മയുടെ ശിശുക്കളും തമ്മിലുള്ളതുപോലെയുള്ള ഒരു ബന്ധം ദേവതയുമായിട്ട് ഉണ്ടാവുകയാണ് നല്ലത് എന്ന് ബോധിപ്പിക്കുകയാണ് ഈ ശ്രീമാതാ എന്ന പ്രയോഗം തന്നെ. ശ്രീമാതാ എന്ന് പറയാൻ എന്തേ കാരണം? ശ്രീ ശബ്ദം മംഗളവാചിയാണ്. അതുകൊണ്ടാണ് വെറുതെ മാതാ എന്ന് പറയാതെ ശ്രീമാതാ എന്ന് പറഞ്ഞത്. ഇനി ശ്രീ ശബ്ദം മംഗളവാചി മാത്രമല്ല,
നാം ഒക്കെ ചൊല്ലാറുണ്ടല്ലോ, ആപതി കിം കരണീയം. ആപത്തിൽ എന്ത് ചെയ്യണം? സ്മരണീയം ചരണയുഗളമംബായ. അമ്മയുടെ ചരണയുഗങ്ങളെ സ്മരിക്കണം. എന്നാൽ ചില മഹാത്മാക്കൾ പറയാറുണ്ട്, ആപതി എന്ന് പറഞ്ഞാൽ ഓരോ പദത്തിലും കിം കരണീയം, എന്ത് ചെയ്യണം? അമ്മയെ ഓർക്കണം. ബ്രഹ്മാദി ദേവന്മാരെ പോലും കിങ്കരീകരിക്കുന്ന ദേവിയുടെ ആ പ്രഭാവം, ബ്രഹ്മാദി ദേവന്മാരെ പോലും തൻ്റെ കിങ്കരന്മാരാക്കി തീർക്കുന്ന ദേവിയുടെ പ്രഭാവത്തെ മനസ്സിലാക്കി അനുനിമിഷം ആപത്ത് വരുമ്പോൾ മാത്രമല്ല, ആപതി ഓരോ അടി വയ്ക്കുമ്പോഴും അമ്മയെ ഓർക്കുകയാണ് വേണ്ടത്. സാധാരണ ഒരമ്മയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ജനന മരണാദികളാകുന്ന സംസാര ചക്രത്തിൽ പെട്ടിട്ടുള്ള ധാരാളം ജനനിമാർ ഈ വിശ്വത്തിലുണ്ടല്ലോ, നമ്മുടെയൊക്കെ അമ്മമാർ. അപ്പോൾ അപ്രകാരം കേവലം ഒരമ്മ എന്ന് പറഞ്ഞാൽ പോരാ. ജനന മരണ ദുഃഖത്തെ ഛേദിക്കാൻ കഴിവുള്ള അമ്മയാണ് ഇവിടെ സ്മരിക്കപ്പെടുന്നത് എന്ന് ബോധിപ്പിക്കാനാണ് ആ ശ്രീ എന്നുള്ള അക്ഷരം, ശ്രീമാത എന്ന വാക്കിൻ്റെ തുടക്കത്തിൽ ശ്രീ എന്നിങ്ങനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ജനന മരണാദി സംസാര ക്ലേശങ്ങളെ ഛേദിപ്പാൻ ദക്ഷയായിരിക്കുന്ന സാധകനാകുന്ന ശിശുവിന് കരയുമ്പോൾ പാല് കൊടുക്കുന്ന അമ്മയെപ്പോലെ, ദുഃഖം വരുമ്പോൾ ആശ്രയസ്ഥാനമായിരിക്കുന്ന അമ്മയെപ്പോലെ വാത്സല്യം കൊണ്ടും വിടാതെ ചേർത്ത് പിടിക്കുന്നതായ മുലയൂട്ടുന്ന ആ വത്സലയായ അമ്മയെപ്പോലെ ഒരു ഭാവം ദേവി ഉപാസകനോട് ചെയ്യും എന്നതിനാൽ സംസാര ക്ലേശങ്ങളെല്ലാം ഈ സ്തോത്രത്തെ ചൊല്ലിക്കൊണ്ട് ദേവിയെ ആശ്രയിക്കുന്നവർക്ക് ഇല്ലാതെയാവും എന്ന് ബോധിപ്പിക്കാനാണ് ശ്രീമാത എന്നിങ്ങനെ ആ ശ്രീ എന്ന മംഗളവാചിയായിരിക്കുന്ന അക്ഷരത്തോടു കൂടിയിട്ട് ഇവിടെ ആദ്യത്തെ നാമം പറഞ്ഞിരിക്കുന്നത്. ഈ ശ്രീ എന്നുള്ള ശബ്ദത്തിന് മറ്റും അർത്ഥങ്ങൾ പലതുണ്ട്. ശ്രീമാത എന്നതിനാൽ ലക്ഷ്മി മാതാവ് എന്നും അർത്ഥമെടുക്കാം. ശ്രീ എന്നാൽ ലക്ഷ്മി എന്നർത്ഥമുള്ളത് കൊണ്ട്. ഇനിയിപ്പോൾ ശ്രീ എന്ന ലക്ഷ്മിയെ മാനം ചെയ്യുന്നവൾ, ശ്രീയെ അളക്കുന്നവൾ, ലക്ഷ്മിയെ അളക്കുന്നവൾ. ലക്ഷ്മിയെ അളക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷ്മിയേക്കാൾ ഗുരുതരമായിരിക്കണം, അല്ലെങ്കിൽ ഗൗരവമുള്ളതായിരിക്കണം ഈ ശ്രീമാത എന്ന നാമം കൊണ്ട് വിവക്ഷിക്കുന്ന ആ മാതാവ്, ഇല്ലെങ്കിൽ ആ ദേവത എന്ന് വന്നു. അതേപോലെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി, സരസ്വതി, രുദ്രാണി എന്നിങ്ങനെ ത്രിമൂർത്തികളെയും അവരവരുടെ പ്രവൃത്തികൾ ചെയ്യിച്ചു കൊണ്ടിരിക്കുന്ന ചാലകശക്തികളായിട്ട് പ്രവർത്തിക്കുന്നത് യാതൊരു ദേവിയോ ആ ദേവിയെ ആണ് ഇവിടെ ശ്രീമാത എന്ന നാമം കൊണ്ട് ആരാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ഈ ശ്രീ ശബ്ദത്തെ പുല്ലിംഗമായിട്ട് കണക്കാക്കിയാൽ ശ്രീ എന്ന വാക്കിന് വേദങ്ങൾ പലതായി തിരിച്ച് വേദം എന്ന അർത്ഥം ഈ ശ്രീ എന്നുള്ള ശബ്ദത്തിനുണ്ട്. അപ്പോൾ അതിനാൽ ആ വേദത്തെ മാനം ചെയ്തവൾ എന്നർത്ഥം കിട്ടും. അപ്പോൾ വേദത്തെ ബ്രഹ്മാവിന് സ്വയം ബോധിപ്പിച്ചു എന്നുള്ളതിനാൽ ദേവിക്ക് ശ്രീമാത എന്ന് പേര്. അതേപോലെ ഈ ശ്രീ എന്ന ആ നാമത്തെ, ശ്രീ എന്ന അക്ഷരത്തെ പുല്ലിംഗമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അവിടെ ശ്രീ എന്ന വാക്കിന് വിഷമെന്ന് അർത്ഥം വരും. അപ്പോൾ ആ വിഷത്തെ മാനം ധരിക്കുക, വിഷത്തെ കണ്ഠത്തിൽ ധരിച്ചവൾ എന്ന് നീലകണ്ഠൻ എന്നുള്ള പുല്ലിംഗ പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദമായിട്ട്
നീലകണ്ഠ എന്നുള്ള നിലയ്ക്ക് ഈ വാക്കിനർത്ഥമെടുക്കാം എന്ന് ചിലരുടെ അഭിപ്രായമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രീ എന്നുള്ള വാക്കിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ വിരചിക്കുന്നതിനനുസരിച്ച് ശ്രീമാത എന്ന ആദ്യത്തെ നാമത്തിന് പല വിവൃതികൾ ഉണ്ട്. അതിൽ ഏകദേശം ഒരർത്ഥം ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ദേവിയുടെ എല്ലാ മഹിമകളെയും സൂചിപ്പിക്കാനായിട്ട് ആദ്യമായിട്ട് ശ്രീ എന്ന അക്ഷരത്തോടു കൂടിയിട്ട് മാതാ, അമ്മ. അപ്പോൾ അമ്മ എന്നർത്ഥമായി ബ്രഹ്മാണി, അത് അഥവാ ബ്രഹ്മപത്നിയായിരിക്കുന്ന സരസ്വതി, വിഷ്ണുപത്നിയായിരിക്കുന്ന ലക്ഷ്മി, രുദ്രപത്നിയായിരിക്കുന്ന രുദ്രാണി എന്നീ ദേവതമാരുടെ സംയോജിച്ചിരിക്കുന്ന സാക്ഷാത്തായിരിക്കുന്ന ആ മഹാത്രിപുര സുന്ദരിയെ തന്നെയാണ് ഇവിടെ ആരാധിക്കുന്നത് എന്ന് വന്നു. പിന്നെ നീലകണ്ഠ എന്നുള്ളത് കൊണ്ട് അവസാനം ശിവശക്തി ഐക്യരൂപിണീ ലളിതാംബിക എന്നാണല്ലോ നിർത്തുന്നത്. അപ്പോൾ ആ ശിവശക്തി ഐക്യത്തെ സൂചിപ്പിക്കുന്ന അർത്ഥത്തിലും ശ്രീ എന്ന വിഷത്തെ മാനം ചെയ്യുന്നവൾ, ധരിക്കുന്നവൾ, വിഷത്തെ ധരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ അങ്ങനെ ഒരർത്ഥം നമുക്ക് കിട്ടി. അതുപോലെ തന്നെ വേദത്തെ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തതായ സാക്ഷാത്തായ വേദജനനി തന്നെയാണ് അമ്മ എന്നുള്ള അർത്ഥവും ഇവിടെ വന്നു. കാരണം ഈ ഋഗ്വേദത്തിൻ്റെ തുടക്കത്തിൽ അഗ്നിമീളേ പുരോഹിതം എന്നുള്ള മന്ത്രം, 4 വേദങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ഋഗ്വേദമാണ് എന്നാണല്ലോ പറയാറുള്ളത്. അപ്പോൾ അവിടെ ആ ആദ്യത്തെ ഒരു ഋക്കിൽ തന്നെ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരൻ രത്നധാതമം അഗ്നി പൂർവേഭിഋഷിഭിരീഡ്യ, പൂർവികരായിരിക്കുന്ന ഋഷികളാൽ ഈഡ്യമായിരിക്കുന്ന അഗ്നിയാണ് ഇവിടെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞു. പൂർവികരായിരിക്കുന്ന ഋഷികളാൽ ഈ വേദത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഋഗ്വേദത്തിൻ്റെ ആദ്യത്തിൽ തന്നെ പൂർവികരാൽ ആരാധിക്കപ്പെട്ടത്. അപ്പോൾ ആ വിദ്യ അത് അനാദിയാണ് എന്നർത്ഥം. അപ്പോൾ അനാദിയായിരിക്കുന്ന ആ വിദ്യ കൊണ്ട് യാതൊരു അഗ്നിയാണോ പുരോഹിതനായിട്ടും മൃത്യുക്കായിട്ടും ആരാധിക്കുന്ന ദേവതയായിട്ടും എല്ലാമായിട്ടും ഇരിക്കുന്നത്, അങ്ങനെയുള്ളൊരു അഗ്നിയെ, സാക്ഷാൽ സത്യസ്വരൂപം തന്നെയാകുന്ന അഗ്നിയെ, ആ അഗ്നിയാണ് അവിടെ ഋഗ്വേദം ആദ്യമേ ആരാധിക്കുന്നത്. ഈ ആരാധന ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇത് പൂർവികരാൽ ചെയ്തു പോന്നതാണ് എന്ന് ആ വേദത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നതിനാൽ അനാദിയായിരിക്കുന്നതാണ് ആ വിദ്യ എന്ന് വന്നു. ആ അനാദിയായിരിക്കുന്ന വിദ്യയുടെ സ്വരൂപം തന്നെ ദേവി. അതിനാലാണ് ദേവി ബ്രഹ്മാവിന് ഈ വിദ്യയെ ഉപദേശിച്ചു എന്ന് ഇവിടെ പറയുന്നത്. ഇങ്ങനെ വളരെ മനോഹരമായിരിക്കുന്ന അർത്ഥതലങ്ങളിലേക്ക് ഈ ശ്രീമാത എന്നുള്ള ഒരു ആദ്യത്തെ നാമം നമ്മെ എത്തിക്കുന്നുണ്ട്. മറ്റനേകം അർത്ഥങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാലും വിസ്താര ഭയം കൊണ്ടും അതുപോലെ ഇനിയിപ്പോൾ ഒരു പക്ഷേ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ദേവീപരങ്ങളായിരിക്കുന്ന അനേകം മന്ത്രങ്ങളുടെ കൂട്ടത്തിലുള്ള ദ്വാദശാർത്ഥ വിദ്യ എന്ന വിഷയത്തെ ഇവിടെ ശ്രീമാത എന്നുള്ള ഒരു നാമം കൊണ്ട് ഉദ്ധരിക്കുന്നുണ്ട്. അതൊക്കെ അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഗുരുപദേശത്തിലൂടെ ക്രമത്തിൽ മനസ്സിലാക്കുക. ഏതായാലും ഇതാണ് ശ്രീമാത എന്ന നാമത്തിന് ഏതാണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന അർത്ഥം. ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് തുടരാം. എല്ലാവർക്കും അമ്മയുടെ കൃപാതിരേകം ധാരാളമായി അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.